നമ്മൾ ചിക്കൻ കറിയാണ് വെക്കുന്നത്. ഇത് ചിക്കൻ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയേക്കാണ്. ഇങ്ങനെ ചെറുതാക്കി നുറുക്കിയാലാണ് ചിക്കൻ കറി വയ്ക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുക. കുറച്ച് നേരം സൊക്ക ഒഴിച്ചിട്ട് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കനാണ് ഇത്. നമ്മൾ മസാല ഷവായിക്ക് വേണ്ടി പറ്റിച്ചിട്ട് ബാക്കി വന്ന മസാലയാണ്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് എങ്ങനെയാണ് കറി വെക്കണം എന്നുള്ളത് നോക്കാം. ഇതിലേക്ക് 2 സബോളി, ഒരു പകുതി തക്കാളിയാണ് എടുക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഇടാം. ഞാൻ ബൾക്കായിട്ട് ഇങ്ങനെ തയ്യാറാക്കി ചെയ്യാറ്. പിന്നെ ഈ മസാലയുടെ റെസിപ്പി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇത് നമ്മുടെ നോർമൽ മിളകാണ്. ആ മിളക് ഒരു 5-6 എടുത്തിട്ട് കുറച്ച് വെള്ളവും കുറച്ച് വിനാഗിരിയിലും ഒരു 10-15 മിനിറ്റ് മുക്കി വെച്ചതാണ് കേട്ടോ. ബാക്കി വേണ്ടത് കുറച്ച് ചുവന്നുള്ളി, കുറച്ച് സബോള, അതായത് ഒരു സബോളയാണ് ഞാൻ എടുത്തേക്കുന്നത്, ചെറിയ സബോളയാണത്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്, ഒരു 1.5 തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില. ഇതിലേക്ക് വേണ്ട പൊടികളാണ്: 1 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക്, ഒരു 1/4 ആകുമ്പോൾ കുരുമുളകും ഗരം മസാല എടുക്കുക, അത് എരിവിനനുസരിച്ച്. ഇത് 1 സ്പൂണ് കാശ്മീരി മുളകാണ്. ഇനിയിപ്പോൾ ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാം കേട്ടോ. പിന്നെ ഇതും കൂടി മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി മിക്സിയിലിട്ട് അടിക്കാം കേട്ടോ. അപ്പം ഞാൻ അടിച്ചിട്ട് വരാം. ഇതിൽ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഉപ്പ് കൂടി ഇടണം കേട്ടോ. അത് ഉപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ടുണ്ട്. ഇനി അരച്ച് വരാം. കുറച്ച് അരച്ചിട്ടുണ്ട്. ഇനി 2 മൂടി സൺഫ്ലവർ ഒഴിക്കണം കേട്ടോ. ഒരു 2.5 മൂടി ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയി. അത് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം വറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇനി വെളിച്ചെണ്ണ വയ്ക്കാം കേട്ടോ. നമുക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം. കുറച്ച് മതി ഇപ്പോൾ. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ഒഴിക്കാം കേട്ടോ. അപ്പോൾ അത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഒന്ന് ചെറുതാക്കി കുറയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് സബോള ഇടാം കേട്ടോ. കുറച്ച് വേപ്പിലും കൂടി ഞാൻ ഇതിൽ കൂടെ ഇട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സബോളയും വേപ്പിലിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇങ്ങനെ ഇടുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റ് നേരം നമ്മളിതാ വഴറ്റിയുണ്ട്. ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് നമ്മൾ ഇതിലിടുക. ഇനി അതൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ചെറുതായി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഉള്ള തക്കാളി ഇടാം. തക്കാളി ഇട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെച്ചേക്കാം. ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ആവശ്യത്തിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചേക്കാം. ഞാൻ അളവ് കുറച്ചിട്ടാണ് എണ്ണ ഒഴിക്കുന്നുള്ളൂ. ഓവർ ക്വാണ്ടിറ്റി വേണ്ട. നമുക്ക് ഇനി ചെറുതായിട്ടൊന്ന് വഴണ്ടി വരിക വേണ്ട. അപ്പോൾ ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ മസാലകൾ ഇടാം. ഓൾറെഡി നമ്മൾ ആ മസാല ഷവായിൽ മസാല ഉള്ള കാരണം ഇതിൽ ക്വാണ്ടിറ്റി കുറച്ചിട്ടിട്ടാൽ മതി. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും. എൻ്റെ മുളക് പൊടി നല്ല എരിവുള്ള കാരണമാണ് ഞാൻ ഒരു 1/4 സ്പൂൺ ഇട്ടാണ്. അപ്പോൾ ഇതിൽ ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് നന്നായി പച്ചമണം മാറണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുകയാണ്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് ഇനി ആ മാറ്റി വെച്ച മസാല ഇതിൽ മിക്സ് ചെയ്യാം കേട്ടോ. ഈ മസാല ഇതിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് നന്നായി തിളയ്ക്കാൻ വേണ്ടി വെക്കുക. നമ്മൾ നന്നായി ഒന്ന് മസാല മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മസാല ഒന്ന് നന്നായി ഒന്നുകൂടി സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ഇതിൽ നമ്മൾ തക്കാളിയൊക്കെ അരച്ചുള്ളതല്ലേ, ആ മസാലയുടെ പച്ചമണം പോവില്ല. അപ്പോൾ നമ്മുടെ കറി ടേസ്റ്റ് വരില്ല. ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാല ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ 2 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. തീ സ്ലോയിൽ വേണം. നമ്മുടെ മസാല ഓക്കെയാണ്. ഇത് നന്നായി ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചിക്കൻ മിക്സ് ചെയ്തിട്ട് വേവിക്കാം കേട്ടോ. ആദ്യം ഒരു 5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കൻ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട്. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക. നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറിയൊരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് കുക്കാവാൻ വേണ്ടി വെക്കാം. ചിക്കൻ കുക്കാവുന്നത് വരെ മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ചിക്കൻ വേവായിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് കൂട്ടി വെച്ചേക്കാണ് ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ നമ്മൾ നല്ല കുറുകിയിട്ട് കിട്ടും. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആ സമയത്ത് നോക്കിയിട്ടിടുക. പിന്നെ എരിവിനെ അത് ആണെങ്കിൽ ഇപ്പം ഞാനെല്ലാം എനിക്കൊക്കെയാണ്, അത് കാരണം ഞാൻ ഇട്ടിട്ടില്ല. നമ്മുടെ കറി റെഡി ഉണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ഇതിന് മുകളിൽ കുറച്ച് വേപ്പിലും മല്ലിയിലും ഇടുക കേട്ടോ.